പിറക്കുക? എവിടെയാണ് അവിടുന്ന് വസിക്കുക? കൃപ നിറഞ്ഞ ജീവിതങ്ങളിലാണ് അവിടുന്ന് വസിക്കുക. നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം 2 കൊരിന്തോസ് 6:9. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെ ആണെങ്കിലും അറിയപ്പെടുന്നവരാണ്, മരിക്കുന്നവരെ പോലെ ആണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെ പോലെ ആണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു. പ്രിയമുള്ളവരെ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എളിമയുടെയും സന്ദേശം നൽകിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. എവിടെയാണ് ദൈവം പിറക്കുക? എവിടെയാണ് അവിടുന്ന് വസിക്കുക? കൃപ നിറഞ്ഞ ജീവിതങ്ങളിലാണ് അവിടുന്ന് വസിക്കുക. കൃപ നിറഞ്ഞ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് റോമാക്കാർക്ക് എഴുതിയ 13-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറുകളാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ചതക്ക വിധം നമുക്ക് പെരുമാറാം. അതിനാൽ സുഖലോലപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് തീക്ഷ്ണമായി നമുക്കൊരുങ്ങാം. നഷ്ടപ്പെട്ട സന്തോഷത്തിന്റെ ദിനങ്ങൾ വീണ്ടെടുക്കാൻ ഈ ക്രിസ്മസിനും വരുന്ന പുതുവർഷത്തിനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു.